കേരളത്തിൽ നിന്ന് ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് 2.5 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നത്. ഈ പഠിക്കാൻ പോകുന്ന വിഷയത്തിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഡാറ്റ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, വർഷവും 7 മുതൽ 8 ലക്ഷം ആളുകൾ പുതിയ പോയിക്കൊണ്ടേയിരിക്കുന്നു. 18 ലക്ഷം പേർക്ക് അവിടെ ഇനി ജോലി കിട്ടാനുണ്ട്. അല്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വെറും 22.7% കുട്ടികൾ മാത്രമാണ് അവർ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടുന്നതാണ്. GA പാത്വേ, GG പാത്വേ എന്നൊക്കെ പ്ലസ് ടു കഴിഞ്ഞവർക്കിടയിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേൾക്കുന്ന ഒരു 2 ടേംസ് ആണ്. ഈ GG എന്ന് പറയുമ്പോൾ ജോർജിയയിൽ പഠിച്ച് ജർമ്മനിയിൽ ജോലി കിട്ടുന്ന പാത്വേ എന്നാണ് GG പാത്വേ. അതുപോലെ AG എന്ന് പറയുമ്പോൾ ഇപ്പൊ ചെലവിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയില് ഒരാള് ബാംഗ്ലൂരോ അവിടെയൊക്കെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ അവർക്ക് എല്ലാം കൂടി ഒരു ചെലവ് വരും. ഇതേ ചെലവ് തന്നെ ഞങ്ങൾക്ക് ജോർജിയയിൽ പഠിപ്പിക്കാൻ പറ്റും. സ്റ്റാർട്ടിങ് തന്നെ 4 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ ശമ്പളം കിട്ടും. അത് ഞാൻ പോയിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫിന് അത്രയും കിട്ടാൻ സാധ്യതയുണ്ട്. നഴ്സിംഗിന് ഒരു 3.5 ലക്ഷത്തോളം രൂപ. എൻ്റെ റിസർച്ച് പ്രകാരം ഇപ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏറ്റവും നല്ലത് ജർമ്മനിയിൽ ജോലി കിട്ടാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ നമ്മുടെ 12th പോരാ, അവിടെ സ്റ്റുഡൻറ് കൊളീഗ് എന്ന് പറയുന്ന 1 വർഷത്തെ എക്സ്ട്രാ ഫൗണ്ടേഷൻ കോഴ്സ് കഴിയണം. 12th പഠിച്ചു പോയവർക്ക് 13 വർഷം വേണം. 13 വർഷം പഠിക്കണം. അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, വെൽക്കം ടു ABC ടോക്സ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഷ്റഫ് അച്ചോത്താണ്. നമസ്കാരം സർ, ഷോയിലേക്ക് സ്വാഗതം. അദ്ദേഹം എലോറിയ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഹബിന്റെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ എലോറിയ ഗ്ലോബൽ സെന്റർ മിഡിൽ ഈസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഹലോ സർ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ കുട്ടികളെയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകണേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോകുന്നത്, ഇപ്പോൾ ഞാൻ വിദേശത്തുള്ള ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ, വിദേശത്ത് പോയത് കൊണ്ടാണ് കുറച്ചും കൂടി ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയതും. അങ്ങനെ എൻ്റെ കുടുംബമായാലും അല്ല എൻ്റെ സഹവാസത്തിലുള്ള ആളുകളായാലും എല്ലാവരും കുറച്ചെങ്കിലും സഹായിക്കാനൊക്കെ പറ്റിയ ഒരു മാറ്റത്തോടു കൂടി ജീവിക്കാൻ പറ്റിയത്. സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഉദ്ദേശം, അല്ലാതെ നമ്മുടെ നാടിനോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യം ഇതാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് നല്ല കോഴ്സുകൾ അല്ലെങ്കിൽ ഇവിടെ കുറേ ആളുകൾ പഠിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞ് കുറേ കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ റിസോഴ്സസ് മുഴുവൻ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കുറേ പൈസ ചിലവാക്കി ഇവരെയൊക്കെ ഒരു +2 വരെ എത്തിച്ചിട്ട് അതിനുശേഷം നേരെ വിദേശത്ത് പോയി പഠിച്ച് അവിടെ ജോലി ചെയ്ത് സെറ്റിൽ ചെയ്ത് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരാത്ത, നേരത്തെ ആണെങ്കിൽ ഗൾഫിൽ ഒഴിച്ച് വേറെ ആരും ഇങ്ങോട്ട് പൈസ പോലും അയക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കാരണം ശരിക്കും ഈ എബ്രോഡ് സ്റ്റഡീസ് അല്ലേ? പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെയുള്ള മുഴുവൻ ആളുകളും പുറത്തു പോയി പഠിക്കലല്ലോ ചെയ്യുന്നത്. ഇവിടെയുള്ള അവസരങ്ങൾക്ക് അപ്പുറമുള്ള ആളുകളല്ലേ പോകുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ തന്നെയാണല്ലോ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നു, അവരിവിടെ ഉയരങ്ങളിലെത്തുന്നു. ഇവിടെയുള്ള എല്ലാ ജോബിലും ഏതൊക്കെ ഉയർന്ന ജോബ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ് എത്തുന്നത്. അപ്പം അതും കൂടി അത്രയും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ആളുകളല്ലേ പുറത്തു പോയിട്ട്. അവരും കുറച്ച് നന്നാവട്ടെ, കുറച്ച് സാമ്പത്തികമായിട്ട്. അതിന്റെ ഈ ഡോക്ടർ വീണയോട് ചോദിക്കാം. ഡോക്ടർ വീണ, എന്താണ് അപ്പോൾ ഇവിടെ പഠിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അനുബന്ധിച്ചിരിക്കുന്നവരുണ്ടോ, എന്താണ് ഈ അബ്രോഡ് സ്റ്റഡീസിനെ പറ്റി അഭിപ്രായം? എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ അതിനെ ഒരുപാട് അനുകൂലിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ എൻ്റെ ഡിസ്റ്റൻറ്റ്, ഇപ്പം സതീഷ് ബ്രോ ആയാലും നമ്മൾ എവിടെ നോക്കിയാലും ഏത് ഫാമിലി നോക്കിയാലും എബ്രോഡ് പോയിട്ട് അവിടെ ഒരു ചിരി കൂടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലാണ് നമുക്ക് വേണ്ടത്. ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. എന്താണ് സാർ ഇപ്പോൾ ഈ ഒരു പീരീഡിൽ എലോറിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്? എന്താണ്? അല്ല, അത് മാത്രമല്ല, ഈ 18 ലക്ഷത്തോളം കുട്ടികൾ ആണ് എബ്രോഡ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരുപാട് കൺസൾട്ടൻസീസ് കൂടിയിട്ടുണ്ട്. ഒത്തിരി എന്ന് വെച്ചാൽ നമ്മൾ മൊട്ടുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺസൾട്ടൻസിയാണ് എബ്രോഡ് സ്റ്റഡീസിന്റെ. അപ്പൊ അവിടെ നിന്നും എലോറിയ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് അല്ലേ? കറക്റ്റ് ആണ്. 18 ലക്ഷം സ്റ്റുഡൻസ് ഇപ്പോൾ പുറത്തുണ്ട്. ഈ 18 ലക്ഷം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്ത് ജോലി ചെയ്തിട്ട് അവരുടെ ഫാമിലി അവിടെ ഉണ്ട്, അവർ പഠിക്കുന്നില്ല, മക്കൾ പഠിക്കുക. അതല്ല, സ്റ്റുഡൻസ് വിസയിൽ പോയ 18 ലക്ഷം ആൾക്കാർ ഇപ്പോൾ പുറത്തുണ്ടെന്നാണ് ലേറ്റസ്റ്റ് കണക്കുകൾ പറയുന്നത്. അതുമാത്രമല്ല, ഓരോ വർഷവും 7 മുതൽ 8 ലക്ഷം ആളുകൾ പുതിയ പോയിക്കൊണ്ടേയിരിക്കുന്നു. 18 ലക്ഷം പേർക്ക് അവിടെ ഇനി ജോലി കിട്ടാനുണ്ട്. അല്ല, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 18 ലക്ഷം ആൾക്കാർ സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്റ്റുഡൻസ് വിദേശത്ത് പല ഭാഗങ്ങളായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്, ലേറ്റസ്റ്റ് കണക്ക്. പിന്നെ ഓരോ വർഷവും ഞാൻ ഈ പറഞ്ഞതുപോലെ 7 മുതൽ 8 ലക്ഷം സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് 2.5 ലക്ഷം സ്റ്റുഡൻസ് ആണ്
ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞങ്ങൾ എലോറിയ എഡ്യൂക്കേഷൻ ഹബ്ബ് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കാൻ പോകുന്ന വിഷയത്തിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആ ഡാറ്റ നോക്കി. ആ ഡാറ്റ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, വെറും 22.7% കുട്ടികൾ മാത്രമാണ് അവർ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ചിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ജോബ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്റ്റഡി അബ്രോഡ് കമ്പനി എന്ന് പറയാം എലോറിയ ഗ്ലോബൽ. അങ്ങനെയാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഇപ്പൊ 22.7% എന്ന് പറയുമ്പോൾ 78% ആളുകൾ പുറത്താണല്ലോ. അങ്ങനെ ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അല്ല, അവര് പിന്നെ അത്രയും സാധ്യത കുറവാണല്ലേ കോഴ്സുകൾക്ക് സാധ്യത. അതെ, അവര് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ചാനലല്ല അവർ പോകുന്നുണ്ടാവുക. അവര് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ഭാവന ഉണ്ടാവില്ല. ജസ്റ്റ് വിദേശത്ത് പഠിക്കണം, എന്നിട്ട് അതങ്ങ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുള്ള രൂപത്തിലാണ്. എന്നിട്ട് അവർ നോക്കുമ്പോൾ അവരുടെ പഠിച്ചതിന് അവിടെ ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ട്രാക്ക് പാത്വേ കറക്റ്റ് ആയിരിക്കില്ല. എന്നിട്ട് എന്താണോ ജോലി കിട്ടുന്നത് അതിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ തിരിച്ചു വരുന്നു. ഇപ്പൊ ഈ 18 ലക്ഷം പേര് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് ഇപ്പോ കറന്റ് സിറ്റുവേഷനിലുള്ളതിൽ 22% പേര് സക്സസ് ആവുന്നുള്ളതാണോ സാർ പറയണേ? അങ്ങനെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഡാറ്റ. സക്സസ് ആവുന്നു മീൻസ് അവർ പഠിച്ച ഫീൽഡിൽ അവർക്ക് വേറെ ജോലി കിട്ടുന്നവരുണ്ടാവും, തിരിച്ചു വരുന്നവരുണ്ടാവും, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നവരുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. സാർ ഇപ്പൊ ആ 22.7% ആൾക്കാരാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് പോയിട്ട് അതിൽ സക്സസ് ആവാതെ പോയത്. അവരെന്താണ് സക്സസ് ആയത്? തെരഞ്ഞെടുത്ത കോഴ്സ് എടുത്തിട്ട് അതേ കോഴ്സിൽ അല്ലെങ്കിൽ അതേ സ്ട്രീമിൽ ജോലി കിട്ടിയവർ. ശരി, സാർ ഒരു സർവേ നടത്തി എന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ നടത്തിയ സർവേ, ഇത് ഗവൺമെന്റ് കണക്കാണ്. ഗവൺമെന്റ്. അപ്പോൾ അതില് സാറ് മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഏതൊക്കെ കോഴ്സസ് ആണ് കുറച്ചുകൂടെ നല്ലത്, അവർക്ക് പുറത്തു പോയി പഠിച്ചാൽ കുറച്ചുകൂടെ ജോലി സാധ്യത ഉണ്ടെന്ന് തോന്നിയത്? എന്റെ റിസർച്ച് പ്രകാരം ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് ഏറ്റവും നല്ലത് ജർമ്മനിയിൽ ജോലി കിട്ടാൻ വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ആ പാത്വേ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ പിന്നെ ജർമ്മനിയിൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് അറിയായിരിക്കും, ഈ നമ്മുടെ 12th പോരാ. അവിടെ സ്റ്റുഡൻറ് കോളീഗ് എന്ന് പറയുന്ന 1 വർഷത്തെ എക്സ്ട്രാ ഫൗണ്ടേഷൻ കോഴ്സ് കഴിയണം. 12th പഠിച്ചു പോയവർക്ക് 13 വർഷം വേണം. 13 വർഷം പഠിക്കണം. ബ്രിട്ടീഷ് കോഴ്സ് കഴിഞ്ഞവർക്ക് ഡയറക്റ്റ് പോകും. പിന്നെ അതിൻ്റെ കൂടെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർ 12th ശേഷം അവർക്ക് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. അതിന് പകരം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അൽബേനിയ, അതേപോലെ ജർമ്മനി, ഇവിടെ വെച്ച് അവരെ പഠിപ്പിക്കുന്നു. അവിടെയുള്ള യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ അവിടെ ജർമ്മനിയാണോ ജോർജിയയിലും അൽബേനിയയിലും. അപ്പൊ ഈ 2 സ്ഥലങ്ങളിൽ പഠിക്കുന്ന സമയത്ത് അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ കൂടെ, ഡിഗ്രി പഠിക്കുന്നതിന്റെ കൂടെ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. ആ കോളേജിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതേ കോളേജിൽ വെച്ച് തന്നെ അങ്ങനെയുള്ള സജ്ജീകരണം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഈ +2 കഴിഞ്ഞിട്ട് അൽബേനിയയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ജോർജിയയിലോ പഠിക്കാൻ വേണ്ടി വരുന്ന സ്റ്റുഡൻസിന് ആദ്യം തന്നെ ജോബ് ഓഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് അവർക്ക് പഠിത്തത്തിന്റെ കൂട്ടത്തിൽ അവിടെയുള്ള പാർട്ട് ടൈം ജോബ്സിന്റെ കാര്യമാണോ? പാർട്ട് ടൈം ജോബിന് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. ഞാനിപ്പോ ജോബ് ഉദ്ദേശിച്ചത് പഠിച്ചു കഴിഞ്ഞ ശേഷം ജർമ്മനിയിൽ ജോലി കിട്ടാൻ വേണ്ടി. ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല. ഈ പറയുന്ന അൽബേനിയയിലെയും അതേപോലെ ജോർജിയയിലെ യൂണിവേഴ്സിറ്റികളും പിന്നെ എലോറിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബും അതിന്റെ കൂടെ ബെർലിൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു നോവ ഇന്റർനാഷണൽ എന്ന് പറയുന്ന റിക്രൂട്ടിംഗ് കമ്പനി, ഞങ്ങൾ 3 പ്രസ്ഥാനങ്ങൾ കൂടി ഒന്നിച്ച് ഉള്ള ഒരു സംരംഭമാണിത്. അഷ്റഫ് സാറേ, നമുക്കിപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കണക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പം ജോലി അന്വേഷിക്കുന്നവർ, വിദേശത്തെ ജോലി അന്വേഷിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നത് ജർമ്മനിയാണ്. അതെ അതെ. പക്ഷേ ജർമ്മനിയിൽ ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇവിടുന്ന് പഠിച്ചു ഇവിടുന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ജർമ്മനിയിലേക്ക് പോകുന്നവർ വളരെ കുറവല്ലേ? ജർമ്മനിയിൽ ഇപ്പോൾ അത് ഓരോ സമയത്തെ ട്രെൻഡാണല്ലോ. ഇപ്പോൾ ജർമ്മനിലേക്ക് തന്നെയാണ് ആളുകൾ നോക്കുന്നത്. ഈ അടുത്ത വർഷങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിലേക്ക് തന്നെയാണ് ജോബിന് വേണ്ടി പോകുന്നത്. ഓട്ടോമൊബൈൽ ഫീൽഡ് ഉള്ളവരോ അങ്ങനെയുള്ളവരല്ലേ കൂടുതൽ ജർമ്മനി? ഓട്ടോമൊബൈൽ ഫീൽഡ് നല്ല ജോലിയുണ്ട്, എഞ്ചിനീയറിംഗിലും അതേപോലെ IT നല്ല ജോലിയുണ്ട്, നഴ്സിംഗിലാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പോൾ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ അവർക്ക് 5 ലക്ഷത്തോളം നഴ്സസിനെ വേണം. അപ്പൊ അവിടെ യങ് പോപ്പുലേഷൻ ഇല്ലല്ലോ. അവർ ഇന്ത്യയിലേക്കാണല്ലോ നോക്കുന്നത്. അവിടെ പോപ്പുലേഷൻ ഇല്ലാത്താണോ? അതെ അതെ, അവിടെ ഏജ്ഡ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അവർ നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്, ഇന്ത്യൻ സ്റ്റുഡൻസിലേക്കാണ് അവർ നോക്കുന്നത്. ഓക്കെ, സാർ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ജർമ്മനിയിൽ പോകുന്നതെന്ന് പറയണ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ജർമ്മനിയിൽ പോകുന്ന ഒരു കുട്ടി ചെയ്യുന്ന ആദ്യം പോയി ജർമ്മൻ ലാംഗ്വേജ് ഇവിടെ പഠിക്കുകയാണ്.
അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ അതിൽ ജോബിലോട്ട്, പ്രത്യേകിച്ച് നഴ്സുമാരുടെ കാര്യം തന്നെ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ജർമ്മൻ ഭാഷ ഇവിടെ തന്നെ ഒരു 6 മാസം 7 മാസം എടുത്ത് പഠിച്ച് അത് ഏതൊക്കെയോ ലെവൽസ് പാസ്സായി അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പൊ സാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ജർമ്മനി പഠിക്കാം അല്ലെ? അതെ അതെ. അതിന്റെ വ്യത്യാസം ഞാൻ പറയാം. ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയാത്തൊരു സംഭവമല്ലേ, പുതിയൊരു ഭാഷയല്ലേ. ആ ഭാഷ ഇവിടെ പല കമ്പനികളും 6 മാസം കൊണ്ട് 8 മാസം കൊണ്ട് പഠിപ്പിക്കാന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 8 മാസം കൊണ്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു പുതിയ ഭാഷ സംസാരിക്കാൻ വേണ്ടിയും ജോലി ചെയ്യാൻ വേണ്ടിയും അല്ലെ ജോബ് കണ്ടെത്താൻ വേണ്ടിയും ആ ലെവലിലേക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് അത് ഒരു എല്ലാവരും അതിൽ സക്സസ് ആവില്ല. കുറച്ച് ആൾക്കാരൊക്കെ അതിൽ വിജയിക്കുന്നവരുണ്ടാവും, സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അതില് ഞങ്ങള് വിഭാവനം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെ കൂടെ ഈ ജോർജിയ അല്ലെങ്കിൽ അൽബേനിയയിൽ പഠിക്കുന്ന സമയത്ത് 3 വർഷമാണ് അവർ ലാംഗ്വേജ് പഠിക്കുന്നത്. അതേ കോളേജിൽ വെച്ചിട്ട് തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആയിട്ട് 3 വർഷം ഒരു ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പൊ അവര് ജർമ്മൻകാർ സംസാരിക്കുന്ന പോലെ അവരോട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കാനും ജോലി കിട്ടാൻ സാധ്യത കൂടുതൽ. ഞങ്ങൾ ജോലി ഓഫർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്, വേറെ കാര്യം. അത് മാത്രമല്ല അവിടെ ഒരു പ്രൊമോഷൻ കിട്ടാനൊക്കെ. ഇപ്പം നമ്മൾ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം പറയുന്നത് അവർ ഈ 6 മാസം കൊണ്ട് ചുട്ടെടുത്ത ലാംഗ്വേജും കൊണ്ട് പോയിട്ട് അവർക്ക് ആരുടെ മുമ്പിലും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് കോൺഫിഡൻസ് വരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്ന പ്രശ്നം. ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ പഠിക്കാൻ കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് ജോലി സമയത്ത് അത് ഉപകാരപ്പെടുന്നു. അതെ അതെ, 3 വർഷമാണല്ലോ പഠിക്കുന്നത്. അല്ല, നമ്മളിവിടെ 6 മാസം കൊണ്ടല്ലോ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു അല്ലല്ലോ പറയണ്ട. അവിടെ ചെന്ന് നമ്മൾ ശരിക്കും ഒരുപാട് സംസാരിക്കണമല്ലോ. ഇപ്പൊ ഈ +2 പഠിക്കുന്ന കുട്ടികൾക്കും +2 കഴിഞ്ഞവർക്കിടയിൽ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് കേൾക്കുന്ന ഒരു 2 ടേംസ് ആണ് പാത്വേസ്. GA പാത്വേ, GG പാത്വേ എന്നൊക്കെ കേൾക്കുന്നത്. എന്താണ് ഈ സംഭവം? ഈ GG എന്ന് പറയുമ്പോൾ ജോർജിയയിൽ പഠിച്ച് ജർമ്മനിയിൽ ജോലി കിട്ടുന്ന പാത്വേ എന്നാണ് GG പാത്വേ. അതുപോലെ AG എന്ന് പറയുമ്പോൾ അൽബേനിയയിൽ പഠിച്ചിട്ട് ജർമ്മനിയിൽ ജോലി കിട്ടുന്ന പാത്വേ. അങ്ങനെയാണ്. എനിക്ക് പിന്നെ ഒരു സംശയം, എന്തിനാണ് ഈ 2 രാജ്യങ്ങൾ? ചെലവ് കുറയ്ക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇവർക്ക് അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ ജർമ്മനി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണോ? എന്താണ് ഈ 2 രാജ്യങ്ങൾ സ്റ്റഡീസിന് തിരഞ്ഞെടുക്കുന്നത്? ഇത് ഞങ്ങൾ യൂണിവേഴ്സിറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ, ഈ രാജ്യങ്ങളെ യൂണിവേഴ്സിറ്റി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. അവരുടെ സമ്മതത്തോടു കൂടി ചെയ്യുന്ന കോഴ്സാണ്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾ ആ രാജ്യങ്ങളുടെ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു എന്നാണ് ചോദ്യമെങ്കിൽ, പിന്നെ ചെലവ് കുറച്ചിട്ട് യൂറോപ്യൻ ഡിഗ്രി കിട്ടുന്ന 2 രാജ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊന്ന്. പിന്നെ രണ്ടാമത്, എനിക്ക് തോന്നുന്നത് ജർമ്മനിയിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ജർമ്മൻ ഭാഷ നേരത്തെ അറിയണം. അല്ല അവിടെ അവരങ്ങോട്ട് പഠിക്കാൻ കേട്ടത്തില്ല. അവിടെ ഡയറക്റ്റ് പഠിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഡയറക്റ്റ് പഠിക്കുമ്പോഴുള്ള പ്രശ്നം. നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ കയറണമെങ്കിൽ തന്നെ നമുക്ക് ജർമ്മൻ ഭാഷ ഓൾറെഡി അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പിള്ളേർ പഠിച്ചിട്ട് പോകുന്നത്. ജോർജിയയിൽ ജോലി സാധ്യതയുണ്ടോ? ജോർജിയയിൽ ജോലി സാധ്യതയില്ല, വളരെ കുറവാണ്. പഠിക്കാൻ ഓക്കെയാണ്, പഠിക്കാൻ അവിടെ ചെലവ് കുറവാണ്. നമ്മുടെ പിന്നെ ഇപ്പോൾ $3,500 അല്ലെങ്കിൽ $4,000 മാത്രമേ ഒരു വർഷം അവർക്ക് ഫീ ആയിട്ട് വരുന്നുള്ളൂ ഈ പഠിക്കാൻ വേണ്ടിയിട്ട്. ജീവിത ചെലവ് അവിടെ കണ്ടെത്താം. ജീവിത ചെലവാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 25,000 രൂപയുടെ അത്രേ വരുന്നുള്ളൂ. അത് മാത്രമല്ല പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ജോർജിയ രാജ്യത്തെ പറ്റി എങ്ങനെയുണ്ട്? നല്ല രാജ്യമാണോ? ജോർജിയ പഠിക്കുക മാത്രമല്ലോ ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ലോ പോണേ. ഒരു സ്ഥലം കാണുക, അവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യുക. ജോർജിയയിൽ അതുണ്ടോ? ചോദിച്ചത് വളരെ നന്നായി. ഇപ്പൊ കാശ്മീർ പോലെ സുന്ദരമായ ഒരു രാജ്യമാണ് ജോർജിയ. നമ്മുടെ പല സിനിമകളും ജോർജിയയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ സുന്ദരമായിട്ടുള്ള, ഞാൻ കുറേ ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ്. അതുമാത്രമല്ല അവിടുത്തെ ആളുകളും വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട്, ഇന്ത്യക്കാരോട് വളരെ ബഹുമാനമുള്ള ആളുകളാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ പല എല്ലാവരും അല്ല, നമ്മളോടൊരു 2ാം കിട ഏഷ്യൻ ആൾക്കാർ അങ്ങനെ ഉള്ളതൊക്കെ ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ ജോർജിയയിൽ അങ്ങനെയല്ല. അവർ ഒരു സിവിലൈസേഷൻ രണ്ടും കൂടിയുള്ള ആൾക്കാരാണ്. ഏഷ്യയും അതുപോലെ യൂറോപ്യൻ രണ്ടും ക്രോസ് റോഡ് ഓഫ് സിവിലൈസേഷൻസ് എന്നാണ് അവർ പറയാം അവരുടെ ജോർജിയയെ പറ്റി തന്നെ. അപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള രാജ്യം, സേഫ് ആയിട്ടുള്ള രാജ്യം, ലോകത്തിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ് ജോർജിയ. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ടൊരു യൂറോപ്പിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് ലോറിയ. അതെ. വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടോ ഇവിടുന്ന്? ഉണ്ട്, പക്ഷെ ഈ പാത്വേ ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ല, അത് മാത്രമല്ല, ഈ ജോർജിയ എന്ന കൺട്രിയെ കുറിച്ച് സാർ പറഞ്ഞു, സേഫ് ആണ്, അല്ലെങ്കിൽ സുന്ദരമാണ്, അവിടെ പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പോപ്പുലേഷൻ കുറവായിട്ടുള്ള കൺട്രി ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം പാർട്ട് ടൈം ജോബ്സ് നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും? ഏതൊക്കെയാണ് അത് ഉറപ്പ് വരുത്തി കൊടുക്കുന്നുണ്ടോ സ്റ്റുഡൻസ്? ജോർജിയയിൽ പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ അടുത്തായിട്ട് ജോർജിയയിൽ ഇപ്പൊ മുമ്പ് ഈ പാർട്ട് ടൈം ജോബൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിരുന്നതാണ്. ഈ അടുത്തായിട്ട് ജോർജിയയിൽ പാർട്ട് ടൈം ജോബ് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ ഈ
ഏപ്രിൽ 1 മുതലാണ്, കഴിഞ്ഞ ഏപ്രിൽ 1 മുതലാണ് പുതിയ റൂള് വന്നത്. 3 ജോബുകൾ അവരുടെ ജോർജിയൻസിന് മാത്രമായിട്ട് അവർ റെസ്ട്രിക്റ്റ് ചെയ്തു. അത് നമ്മുടെ സ്റ്റുഡൻസിന് എപ്പോഴും കിട്ടുന്ന ഒരു ജോബാണ് ഡെലിവറി ജോബ്. അതുമാത്രമല്ല ഡ്രൈവിംഗ്, അതേപോലെ പിന്നെ ഗൈഡ്, ടൂറിസ്റ്റ് ഗൈഡ്, ഈ 3 സംഭവങ്ങൾ അവരുടെ രാജ്യക്കാർക്ക് മാത്രമായിട്ട് ചുരുക്കി. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സ്റ്റുഡൻസിന് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഡെലിവറിയും ഇത് 3 ചെയ്യാൻ പറ്റില്ല, ബാക്കി ഏത് ജോബ് വേണമെങ്കിലും. പക്ഷേ ഇത്രയും ജീവിതത്തിൽ 25,000 രൂപയൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി പോവാതെ ആ സമയത്ത് അങ്ങോട്ട് പഠിക്കാം അല്ലേ? അതെ. പക്ഷേ ഇതിന്റെ ഒരു മുമ്പ് ഉണ്ടായിരുന്ന, ഞാൻ ഒരു 2 വർഷം മുമ്പ് ജോർജിയയിൽ പോയ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിരുന്നു. ഞാൻ പോകുമ്പോൾ പലപ്പോഴും സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവരുടെ പിന്നെ സംതൃപ്തരാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അവിടെ ഒരു കുറ്റ്യാടിയുള്ള ഒരു പയ്യൻ, അവനെ കണ്ട് സംസാരിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നത്. അവൻ MBBS അവിടെ പോയത്. ശരിക്കും പറഞ്ഞാൽ MBBS പഠിക്കാൻ പോകുന്ന ഒരാൾ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പാടില്ല. അപ്പം ഇവൻ ആ പാർട്ട് ടൈം ജോബിലേക്ക് ആകൃഷ്ടനായി, അങ്ങനെ ഡെലിവറി ജോബിലേക്ക് ആകൃഷ്ടനായി, നല്ല കാശ് വരാൻ തുടങ്ങി, ഒരു ബൈക്ക് വാങ്ങി, പിന്നെ അത് 10 ബൈക്കായി ഉയർന്നു. അങ്ങനെ 10 പേരെ ആളുകളെ വെച്ചിട്ട് ഇവൻ മാസം 4-5 ലക്ഷം രൂപ കാശുണ്ടാക്കുന്ന രൂപത്തിലേക്ക് പോയി. ഇപ്പോൾ കഴിഞ്ഞ റൂള് വന്നപ്പോൾ ആ കുട്ടിയൊക്കെ കഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പഠിക്കാൻ പോകുന്ന കുട്ടികൾ വേറെ രൂപത്തിലേക്ക് ഇപ്പോൾ ബിസിനസ് തൽക്കാലം അവർക്ക് ഗുണം ചെയ്യുമെങ്കിൽ അത് പിന്നീട് ഒരു പഠനത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടല്ലോ. അതെ, ഒരിക്കലും അവർ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഇത് നമ്മുടെ PR-ന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പല രാജ്യങ്ങളും PR-ലെ നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നാളെ ഫ്യൂച്ചർ, കാരണം ഇതൊരു ഫ്യൂച്ചർ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സാധ്യത ഇപ്പം ജർമ്മനിയിൽ ഇല്ല എന്ന് എനിക്ക് ഇപ്പം സാറോട് സംസാരിച്ചപ്പോൾ തോന്നുന്നു. എന്താണ് ഇതിന്റെ ഒരു ഭാവി? ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും PR-ന്റെ പ്രശ്നങ്ങൾ കാരണം തിരിച്ചു പോരേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. ഓരോ രാജ്യത്തിന്റെയും റൂള് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എന്ത് സംഭവിക്കാൻ പോകുന്നു ഭാവിയിൽ അത് നമുക്ക് ആർക്കും, ഞാനിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയോ എനിക്ക് അത് മാറ്റി പറയാൻ പറ്റില്ല. കാരണം എന്ത് സംഭവിക്കാം അല്ലെ, നമ്മുടെ രാജ്യത്ത് എന്ത് റൂള് വരാം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിൽ അവിടെ യങ് പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് അവർ നമ്മളെയാണ് നോക്കുന്നത്. അതുമാത്രമല്ല ഡെവലപ്മെന്റ് ഒരുപാട് കൂടുതൽ വരികയും, മുമ്പ് അവർ പിന്നെ എനിക്ക് തോന്നുന്നത് 30,000 വിസയൊക്കെയാണ് ഇന്ത്യയിലേക്ക് ഒരു വർഷം കൊടുക്കാറ്, സ്റ്റുഡൻറ് വിസ കൊടുക്കാറ്. ഇപ്പം അത് 1,00,000 അടുത്ത് 90,000 എന്ന് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ വർഷം. സ്റ്റുഡൻസ് വിസ കിട്ടി അവിടെ പഠിച്ചു. നമ്മൾ അവിടെ അല്ലല്ലോ പഠിക്കണം, ജോർജിയ പഠിച്ചിട്ട് നമുക്ക് അവിടെ ജോലി കിട്ടുമ്പോൾ ഞാൻ ഈ ട്രെൻഡാണ് ഞാൻ ഈ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത്രയും വിസ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ ആൾക്കാരെ ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവിടെ അവർക്ക് സ്റ്റുഡൻസിന്റെ ആവശ്യം കൊണ്ടല്ല, അവർക്ക് നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ട്രെൻഡ് കാണിക്കുന്നത് ഇനി കുറച്ച് വർഷങ്ങൾ, ഒരു 10-20 വർഷങ്ങൾ ജർമ്മനിയിൽ ഈ ജോലി സാധ്യത ഇതേപോലെ നിൽക്കും. അവിടെ നിൽക്കാനുള്ള PR ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഇന്റർനാഷണൽ അതെ ജോലി ചെയ്തിട്ട് അവിടെ ഈ പാത്വേ ഞാൻ കറക്റ്റായിട്ട് പറയാം. ഇത് ഞങ്ങള് ജോർജിയയിലും അതുപോലെ അൽബേനിയയിലാണ് പഠിക്കുന്നതെങ്കിലും ആ പഠനം കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അവർക്ക് ജോബ് ഓഫർ കിട്ടുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്, അവർക്ക് ജോബ് കിട്ടും എന്നുള്ള എന്താ പറയുക ഒരു എഗ്രിമെന്റ് പോലെ കൊടുത്തിട്ടാണ് അവരെ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് തന്നെ. അപ്പൊ അതിനുശേഷം അവർ ജർമ്മനിലേക്ക് PR കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ നോവ ഇന്റർനാഷണൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ റഷ്യയിലേക്ക് ഒരു പുരുഷന്മാരെ ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടുത്തെ ആളുകളെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ നമ്മളിപ്പോൾ കാണുന്ന ഒരു സമയമാണല്ലോ. അപ്പം അതുപോലെ തന്നെ ജർമ്മനിയിൽ ഭാവിയിൽ ഇന്ത്യക്കാർക്ക് PR കിട്ടി അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ട്. നമുക്ക് അതെ, സെറ്റിൽമെന്റ് തന്നെയാണ്, ആ ഓപ്ഷൻ തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ ഇത്രയും ഒരു മാൻ പവർ പോപ്പുലേഷന്റെ പ്രശ്നം കൊണ്ടാണോ? അതെ, അവർ യങ് പോപ്പുലേഷൻ ഇല്ലല്ലോ, ഏജ് പോപ്പുലേഷൻ ആണല്ലോ അവിടെ ഉള്ളത്. മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടല്ലോ, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ. ഇപ്പോൾ ഒരു വർഷം 5 ലക്ഷമാണ് അവർ ഇപ്പോഴത്തെ കണക്ക് അനുസരിച്ച് പറയുന്നത്. 5 ലക്ഷം ആളുകളാണല്ലോ ഇപ്പം കൂടുതലായിട്ടുള്ളത്. ഈ നഴ്സിംഗ് മേഖലയിൽ ധാരാളമുണ്ട്, അതേപോലെ എഞ്ചിനീയറിംഗ് മേഖലയിലുണ്ട്, IT മേഖലയിൽ ധാരാളമുണ്ട്. IT എന്ന് പറയുമ്പോഴത്തേക്കും എഞ്ചിനീയറിംഗ് IT ആണോ അതോ അല്ലാണ്ട്? IT മാത്രമായിട്ടുള്ള, ഞങ്ങളുടെ കോഴ്സിലും IT മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, ഡിഗ്രി കോഴ്സുകളുണ്ട്. ഏതൊക്കെ സ്ലാബിലാണ് നമുക്ക് അവിടെ ശമ്പളം കിട്ടുക പ്രതീക്ഷിക്കാവുന്നത്? സ്റ്റാർട്ടിങ് തന്നെ 4 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ ശമ്പളം കിട്ടും. അത് ഞാൻ പോയിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റാഫിന് അത്രയും കിട്ടാൻ സാധ്യതയുണ്ട്. നഴ്സിംഗിന് ഒരു 3.5 ലക്ഷത്തോളം രൂപ. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ സിവിലും മെക്കാനിക്കലും ഒക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം ഒരുപാട് ബ്രാഞ്ചസ്. അപ്പോൾ ഒരു 4 ലക്ഷം രൂപ ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ കോഴ്സിലേക്ക് എൻട്രി. അതെ അല്ലേ. അവർക്ക് ജോർജിയയിലാണെങ്കിൽ 4 വർഷമാണ് പഠിക്കുന്നത്. അവരുടെ ഗ്രാജുവേഷൻ കോഴ്സ് 4 വർഷമാണ്. അൽബേനിയയിലാണെങ്കിൽ 3 വർഷം മതി. ഇതേ കോഴ്സ് തന്നെയാണ് 3 വർഷം. അതെന്താ അങ്ങനെ വ്യത്യാസം? അത് ഓരോ രാജ്യത്തിന്റെ നിയമങ്ങളാണ്. ഇപ്പൊ ഇന്ത്യയിലെ നിയമങ്ങൾ ഇപ്പൊ അടുത്താണല്ലോ 4 വർഷം ഡിഗ്രി കോഴ്സ്, അതുവരെ 3 വർഷമായിരുന്നല്ലോ ഡിഗ്രി കോഴ്സ്. അത് അങ്ങനെയാണ്. അപ്പൊ ഈ 3 വർഷത്തെ കോഴ്സിന്റെ ഫീ കൂടുതലായിരിക്കുമോ?
അല്ല അൽബേനിയയിൽ പഠിക്കുമ്പോഴാണ് ഫീ കുറവായിരിക്കും. ഓക്കെ. ഒരു വർഷത്തെ ഫീ ഏകദേശം സെയിം ആയിരിക്കും, പക്ഷെ 3 വർഷം മതിയല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ അൽബേനിയയിൽ പഠിക്കലാണ് ലാഭകരം. പക്ഷെ ഈ 4 വർഷത്തെ കോഴ്സാണല്ലോ 3 വർഷം കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ ബ്രില്യൻസും കൂടി അതിൽ നമ്മൾ നോക്കണം. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണ് അൽബേനിയയിൽ പഠിക്കേണ്ടത്. പിന്നെ അത്ര പഠനത്തിൽ അത്ര ഉയരത്തിലല്ല എങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ജോർജിയ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് മുമ്പ് സാർ ജോർജിയയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, രാജ്യത്തെക്കുറിച്ചും അതിന്റെ ഭംഗിയെക്കുറിച്ചും അതിന്റെ സിറ്റിസൺസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അൽബേനിയ ആണെങ്കിൽ അൽബേനിയ ആകുമ്പോൾ നല്ലൊരു യൂറോപ്യൻ രാജ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാൽക്കൻ രാജ്യങ്ങളിലൊന്നാണല്ലോ. ബാൽക്കൻ രാജ്യങ്ങളിലൊന്നാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഭയങ്കര പാടാന്ന്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിയാലോ. അപ്പൊ ഈ 3 വർഷം എടുത്താൽ തന്നെയും അവർ ഏത് രീതിയിലാണ് അതിന്റെ ആ കോഴ്സ് കൊണ്ടുപോകുന്നത്, ആ ഭാഷ പഠിക്കുന്ന കാര്യത്തില്? നമ്മുടെ ഇന്ത്യയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 10 മാസത്തെ കോഴ്സ് ഒക്കെയാണ് അവർ പഠിക്കുന്നത്. ഇതേ സംഭവമാണ് നമ്മൾ 3 വർഷം കൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണല്ലോ. ഓക്കെ, സാർ പാത്വേസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ പാത്വേസ് വേറെ ആരും ഓഫർ ചെയ്യാത്തൊരു സംഭവമാണ് സാർ ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഈ GA അല്ലേ, പാത്വേസ്, ഈ പാത്വേസിലേക്ക് എത്തിച്ചേരാനുള്ള ബ്രെയിൻ, ആ ഒരു ചിന്ത എങ്ങനെയാണ്? അത് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു ആ സംഭവം. പിന്നെ 2-3 വർഷം മുമ്പ് ഇപ്പം ഖത്തറിലാണ് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ എൻ്റെ ഒരു ജോലി കിട്ടിയ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ജോലി കിട്ടിയെന്ന് വെച്ചാൽ അവൻ പിന്നെ എനിക്ക് തോന്നുന്നു +2 നല്ല മാർക്ക്, 98% ഒക്കെ മാർക്കുള്ള ആളായിരുന്നു. പിന്നെ 99% പിന്നെ JEE പാസ്സായി. എന്നിട്ട് NIT പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവന് ജോലി കിട്ടി. ഇൻഫോസിലാണെന്ന് എൻ്റെ ഓർമ്മ. 55,000 രൂപയാണ് ഒരു മാസത്തെ സാലറി. അപ്പോൾ ഈ പാർട്ടിയിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അത്രയൊന്നും പഠിക്കാത്ത ഒരു 60-65% മാർക്കുള്ള ഒരു പയ്യനും അതിലുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പരിചയപ്പെടുമ്പോൾ അങ്ങനെ ഒരു പയ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ അവൻ്റെ ശമ്പളം, അവനും ജോലി കിട്ടിയിട്ടുണ്ട്. അവന് ജർമ്മനിലാണ് ജോലി കിട്ടിയത്. അവൻ്റെ ശമ്പളം 4 ലക്ഷം രൂപ. പാർട്ടി 55,000 മാസ ശമ്പളം കിട്ടിയവൻ്റെയാണ് പാർട്ടി. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെയാണ് ഇത് കിട്ടിയത്? അവൻ പറഞ്ഞു, ജോർജിയയിലാണ് ഞാൻ പഠിച്ചത്, എന്നിട്ട് ഡയറക്റ്റ് എനിക്ക് അവിടെ ജർമ്മനിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജോർജിയയിലുള്ള ഒരു കമ്പനിയാണ് ഇവനെ ഈ കാര്യങ്ങളിലേക്കൊക്കെ സഹായിച്ചത്. ഞാൻ ആ കമ്പനിയെ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാനവിടെ പോയി, ജോർജിയയിൽ പോയി അവരുമായിട്ട് സംസാരിച്ചു, യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇതൊരു നല്ല പരിപാടിയാണ്, നമ്മുടെ മലയാളി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. അതിന് ശേഷമാണ് ഈ അൽബേനിയയുടെ കാര്യങ്ങളൊക്കെ എത്തുന്നത്. സാറിപ്പോൾ പറഞ്ഞതിലൊരു വാല്യുബിൾ ആയിട്ട് ഇവിടെ നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്. അതിൽ ഇവിടുത്തെ ആളുടെ നമ്മളുടെ അടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ ജർമ്മനി പോകുന്നില്ല, എന്തുകൊണ്ട് UK പോകുന്നില്ല, എന്തുകൊണ്ട് ദുബായ് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അത് പോകാൻ ചാൻസ് ഇല്ലാത്ത, താല്പര്യമില്ലാത്ത ആൾക്കാർ പറയുന്നൊരു, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് പറയാണ്, ഉത്തരം പറയുന്നത് വെച്ചാൽ ഇവിടെ 55,000 രൂപ വാങ്ങുന്നത് നമ്മുടെ കയ്യിലിരിക്കും, വീട്ടു സാധനം മേടിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കും. ജർമ്മനിയിൽ പോയിട്ട് 4 ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ അതിന് 3 ലക്ഷം രൂപ അവിടെ ജീവിത ചെലവിനും 1 ലക്ഷം രൂപ ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 50,000 രൂപ സേവ്, അപ്പം അത് തന്നെയല്ലേ ഇവിടെ കിട്ടുന്നത്. 50,000 രൂപ നമ്മൾ സേവ് ചെയ്യുന്നത്, ബാക്കി 3.5 ലക്ഷം രൂപ നമ്മൾ അവിടുത്തെ ജീവിത ചെലവിന് കളയുമല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവരോടൊക്കെ എന്ത് ഉത്തരവാണ്? അവിടെ ജീവിത ചെലവ് കൂടുതലുണ്ടോ? ജീവിത ചെലവ് കൂടുതലാണ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിക്കാമെങ്കിലും മറ്റതൊക്കെ എക്സാജറേറ്റഡ് ആണ്. 4 ലക്ഷം കിട്ടിയിൽ 3 ലക്ഷം ചിലവായി എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണേ ഒരു 75,000 ചിലവാകും എന്ന് പറയാം. ഇപ്പൊ ഇന്ത്യയിൽ ഒരു 20-25,000 ചിലവാകുന്ന സ്ഥാനത്ത് അവിടെ ജർമ്മനിയിൽ ഹൗസ് റെന്റ് ആയിട്ട് നമുക്ക് വേണേ ഒരു 600 യൂറോ ചിലവ് വരും. ഇന്ത്യൻ മണിയായിട്ട് വരുമ്പോൾ ഒരു 70,000 രൂപ 80,000 രൂപ ചിലവ് വരും. അപ്പോൾ പ്രേക്ഷകർ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. 70,000 രൂപ അല്ലേ. പിന്നെ അവിടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഈസിയാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായി. അതുപോലെ തന്നെ ഇനി അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ സാർ ഇപ്പം +2 കഴിഞ്ഞ കുട്ടികളുടെ കാര്യമായി പറയുന്നത് അല്ലേ. ഇപ്പോൾ ഒരു +2 കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ഇന്ത്യയിൽ തന്നെ ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അത് നഴ്സിംഗ് ആവണം നിർബന്ധമില്ല. ചിലപ്പം വക്കീലന്മാരാവാം, ചിലപ്പോൾ ഡോക്ടേഴ്സ് ആവാം, ചിലപ്പോൾ എഞ്ചിനീയേഴ്സിന് ഓൾറെഡി സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അതിലിപ്പോ നമുക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഏതാണ് ജോലി മേഖലയാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതിലൊക്കെ സ്കോപ്പ് ഉണ്ട്, പക്ഷെ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല, ജോലി കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഏത് ജോലി എടുക്കുമ്പോഴും അവർ ലാംഗ്വേജ് പഠിച്ചിട്ട് പോകണമല്ലോ. അതാണല്ലോ വ്യത്യാസം. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്റ്റേഴ്സ് എടുക്കുക അല്ലേ, അൽബേനിയയിലോ ജോർജിയയിലോ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ചെയ്യാം. ഏതൊക്കെ ഫീൽഡിൽ ഇപ്പൊ നമുക്കിപ്പോ ഏത് ഡിഗ്രി എടുത്താലും ഏത് മാസ്റ്റേഴ്സ് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു
അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ മാസ്റ്റേഴ്സ് ആണ് സാറ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞ മേഖലകളിലാണ്, IT മേഖലയിലാണെങ്കിൽ, അതേപോലെ നഴ്സിംഗ് മേഖലയിലാണെങ്കിൽ, പിന്നെ നഴ്സിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഇന്റഗ്രേറ്റഡ് ലാംഗ്വേജ് പഠിച്ചിട്ട് പോകാൻ പറ്റും. നഴ്സിംഗിന്റെ IT മേഖല എഞ്ചിനീയേഴ്സിന്റെ കാര്യമല്ല, അല്ലാതെ വരുന്ന ആൾക്കാരല്ലേ കുറെ ആൾക്കാര് ബാക്കി ഡിഗ്രി അല്ലാത്തതിൽ ഇപ്പോൾ എനിക്ക് സാധ്യത ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഞാൻ കാണുന്നത് അവിടെ. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന, ജോലി കിട്ടുന്ന ഉറപ്പ് പറയാൻ പറ്റുന്നത് ഈ മേഖലകളിലാണ്. അതെ. ഈ കുട്ടികളുടെ സുരക്ഷ ഒരു വലിയ കാര്യമാണല്ലോ. മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ വിടുമ്പോൾ കുട്ടികളുടെ സുരക്ഷ ഒരു കാര്യമാണല്ലോ. എല്ലാവരും എങ്ങനെയാണ് അത് ഉറപ്പുവരുത്തുന്നത്? താമസ സൗകര്യം അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ അവിടെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് പെടാൻ പാടില്ല, ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോകാൻ പാടില്ല, അങ്ങനെ കുറെ കൺസേൺ മാതാപിതാക്കൾക്കുണ്ടാവും. എന്താണ് എലോറിയുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ഉറപ്പ് അവർക്ക്? എലോറിയുടെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത് 24/7 അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ അവിടെ ഉണ്ടാവും. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ആവശ്യത്തിനും വിളിക്കാൻ പറ്റുന്ന അതെ അതെ ഞങ്ങളുടെ ഓഫീസുണ്ട്. അപ്പോൾ അവർ വിളിച്ച് ബന്ധപ്പെടാനും എപ്പോൾ വേണമെങ്കിലും സഹായത്തിന് സാധാരണ ഈ ഏജൻസികളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ കൊച്ചെത്തുന്നതോടുകൂടി പിന്നെ അങ്ങോട്ട് അങ്ങനെയല്ല. ഞങ്ങൾ പഠിച്ചു തീരുന്നത് വരെ ഞങ്ങളുടെ സപ്പോർട്ട് 24/7 അവിടെ ഉണ്ട്. ഞങ്ങളുടെ ഓഫീസ് ഉണ്ടല്ലോ, ജോർജിയയിൽ ഞങ്ങളുടെ ഓഫീസ് ഉണ്ട്, അതേപോലെ അൽബേനിയയിലും അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, അവരുടെ ഹോസ്റ്റൽ ആണെങ്കിൽ അത് ഞങ്ങളുടെ കൺട്രോളിലുള്ള ഹോസ്റ്റലായിരിക്കും. പിന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് അവിടെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ അലുമിനീസ് ഉണ്ടല്ലോ, അവർ പോകുന്നത് തന്നെ എലോറിയൻ അലുമിനീസ് ആയിട്ടുള്ള അവരുടെ കൂട്ടായ്മ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് സപ്പോർട്ടിനും അവരെപ്പോഴും സഹായം ചെയ്യാൻ പറ്റും. ഇപ്പം പൊതുവെ നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള ആളുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. ആ കണക്ഷൻ ഞങ്ങൾ ആ സിങ്ക് ചെയ്ത് കൊടുത്തിട്ടാണ് അവരങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഈ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാറിന്റെ ബന്ധപ്പെട്ട ആൾക്കാരെന്ന് അറിഞ്ഞതാണ് ഒരു എലോറിയൻ ടെക്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താണ് സംഭവം? എലോറിയൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് ഇപ്പൊ ചെലവിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യയിൽ ഒരാള് പിന്നെ ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ, ഒരു ഗ്രാജുവേഷന് പുറത്ത് പോയിട്ട് ഇപ്പം ബാംഗ്ലൂരോ അവിടെയൊക്കെ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ അവർക്കെല്ലാം കൂടി ഒരു ചിലവ് വരും. ഇതേ ചിലവ് തന്നെ ഞങ്ങൾക്ക് ജോർജിയയിൽ പഠിപ്പിക്കാൻ പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 4 ലക്ഷം മാസത്തിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലി കിട്ടും എന്നുള്ളതാണല്ലോ ഞങ്ങൾ പറയുന്നത്. അത് തന്നെ ഒരു വിസ്മയമായിട്ട് കണ്ടുകൂടെ? അത് തന്നെ ഒരു ടെക്നിക്കായിട്ട് കണ്ടുകൂടെ? അത് വെച്ച് കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ 3-4 മാസം ശമ്പളം കൊണ്ട് അത് തിരിച്ചു കിട്ടും. അതെ അതെ, അവിടെ തിരിച്ചു കിട്ടും. ഇവിടെ ആകുമ്പോൾ എത്രയാണ് ഒരു ജോലി പഠനം കഴിഞ്ഞ ശേഷം അവർക്ക് ഇപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കാണുന്ന ഒരു 25,000 മാസ ശമ്പളം അങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് കിട്ടുന്നത്. അതെ, എന്നിട്ട് അതിൽ നിന്നൊരു കുറച്ചൊരു കൂടുതൽ ശമ്പളം കിട്ടാൻ വേണ്ടി എത്ര കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതിന് പകരം ഇത് ROI നോക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഇതുവരെയുള്ള മൊത്തം ചെലവും കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകാമല്ലോ. സർ, ഇവിടെ നമ്മൾ പലപ്പോഴും പുറത്ത് പഠിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു സംഭവം ലോണാണ്. അതെ അതെ. ഇപ്പൊ ചില സമയത്ത് ചോദിക്കും, കുട്ടികൾ ഫ്രഷ് ആണ്, അവർക്ക് വേറെ സിബിലിന്റെ പ്രശ്നങ്ങളൊന്നും അവരുടെ പേരിൽ ലോൺ എടുക്കാന്ന് പറയും. ചില സമയത്ത് മാതാപിതാക്കൾക്ക് സിബിലിന്റെ പ്രോബ്ലം വന്നിട്ട് അവരുടെ പേരിൽ ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയും വരാറുണ്ട്. ഈ ലോണിന്റെ എത്രത്തോളം ലഭ്യത ഉറപ്പാക്കാൻ പറ്റും? ചോദിച്ചത് നന്നായി. ഈ ലോണിന്റെ ഞങ്ങളുടെ എലോറിയ ഓഫീസിൽ അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 2 തരത്തിലുള്ള ലോണാണ് ഉള്ളത്. അതിലൊന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ടാണ് ഞങ്ങൾക്ക് ടൈപ്പ് ഉള്ളത്. അവർ കൊളാട്രൽ ലോണാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പിന്നെ സ്ഥലം പ്രോപ്പർട്ടി വേണം. ആ പ്രോപ്പർട്ടിയിൽ അവർ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് 4 വീലർ കയറാൻ പറ്റുന്ന ഒരു സൗകര്യമുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം. രണ്ടാമത്തത് പിന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ ലോൺ എടുക്കുന്ന ഇതിന് ഈക്വലൻ്റ് ആയിരിക്കണം. എത്ര ആണോ എമൗണ്ട് ലോൺ എടുക്കേണ്ടത് ഈക്വലൻ്റ് ആയിരിക്കണം. ശരിക്കത് പിന്നെ കോളേജിലെ ഫീ മാത്രമല്ല അവരുടെ എക്സ്പെൻസിനും ജീവിത ചെലവിനും വേണ്ടിയുള്ള സംഖ്യയും കൂട്ടിയിട്ടുള്ള ലോൺ അവർക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് പിന്നെ HDFCയുടെ ഒരു ലോണാണ്. അത് നോൺ കൊളാറ്ററൽ ലോണാണ്. അതിൽ ആരെങ്കിലും ഒരാൾ ഏർണിംഗ് മെമ്പർ, അത് സ്വന്തം പാരൻസ് തന്നെ ആവണമെന്നില്ല, ഫാമിലിയിലോ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും ഉണ്ടായാലും മതി, 40,000 രൂപയെങ്കിലും മാസ ശമ്പളമുള്ള ഒരാൾ സ്പോൺസർ ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ലോൺ കിട്ടും. എത്ര രൂപ എടുക്കേണ്ടി വരും മൊത്തത്തിൽ ഈ കോഴ്സ് പഠിക്കാൻ? ഈ കോഴ്സിന് നമുക്ക് ജീവിത ചെലവ് എല്ലാം അടക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 20-25 ലക്ഷം രൂപ വേണ്ടി വരും. പക്ഷെ സാധാരണ രൂപത്തിൽ ഒരു വർഷം ഒരു 3.5 ലക്ഷം രൂപയാണല്ലോ ഫീ വരുന്നത്. അപ്പൊ അതിന് കണക്കായിട്ടുള്ള തുകയാണ് നിർബന്ധമായിട്ടും വേണ്ടത്. ബാക്കി അവർ അവിടെ പോയിട്ട് അവരുടെ എക്സ്പെൻസ് ഒക്കെ സാധാരണ കവർ ചെയ്യാനാണ് പതിവ്. ഇനി അതല്ല എങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് മൊത്തം എല്ലാം കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ ജീവിത ചെലവ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 1000 രൂപ വെച്ചിട്ട് ഏകദേശം അതെ 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 വരും, പ്ലസ് കോഴ്സിന്റെ ഫീ. അതെ, ഒരു 25,000 രൂപയോളം ഒരു മാസം നമുക്ക് ജീവിത ചെലവ്. നമ്മളൊരു കുട്ടി ലോണിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരു 25 ലക്ഷം രൂപ ഒക്കെ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ, മൊത്തം അവരുടെ എല്ലാ ചെലവും കൂടി എക്സ്പെൻസും അതേപോലെ ഫീയും എല്ലാം കൂടിയുള്ള ലോൺ ഇവർ കൊടുക്കും.
കൊടുക്കുന്നുണ്ട്. അതേപോലെ Okay. തിരിച്ചടക്കാൻ വേണ്ടി ഒരു 25 വർഷം വരെ കാലാവധിയും കൊടുക്കുന്നുണ്ട്. അത്രയും കൊടുക്കുന്നു. അതെ അതെ. അല്ല അതുപോലെ തന്നെ സാർ ഇത് അതിന് മുന്നേ വേറെ ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കാനുണ്ട്. സാറ് പറഞ്ഞു ഒന്നെങ്കിൽ കൊളാട്രൽ വച്ചിട്ട് ലോൺ എടുക്കാം. അതെ. അത് നമുക്ക് എവിടെ പോയാലും ആര് ചോദിച്ചാലും ബാങ്ക് ചോദിച്ചാലും കിട്ടുന്നൊരു സാധനമാണ്. രണ്ടത് കൊളാട്രൽ ഇല്ലാതെ ഈ ഒരു പൈസ ഒരു 40,000 രൂപ സാലറി ഉള്ള ഒരാളുടെ ഇതിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഇല്ലാത്ത അവസ്ഥയുള്ള കുട്ടികളുണ്ട്. അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അതായത് അച്ഛനും പറ്റത്തില്ല, അമ്മയ്ക്കും പറ്റത്തില്ല. ഇവര് ചിലപ്പം ഏറ്റവും പോറസ്റ്റ് ഫാമിലി ആയിരിക്കും, മിഡിൽ ക്ലാസ് പോലും ആവില്ല. അവർക്ക് വേണ്ടി കൊളാട്രൽ നിൽക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവൂല. അങ്ങനെ അവസ്ഥയുള്ള പിള്ളേരുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടായിട്ട് ചോദിക്കുന്നതല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ ചെറുതായിട്ടെങ്കിലും? ഇതിലിപ്പോ ഒരു കാര്യം ഇതിനിടയിൽ ഞാൻ ക്ലാരിഫൈ ചെയ്ത് ഇതിന് മറുപടി പറയുന്നതിന് മുമ്പാണ്. പിന്നെ ഈ കൊലാറ്ററലുള്ള ലോൺ ആണെങ്കിൽ അവർക്ക് തിരിച്ചടവ് അവരുടെ പഠനം കഴിഞ്ഞ് 1 വർഷം കൂടി കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി ഈ ലോൺ എടുക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു മെച്ചം അതിലുണ്ട്. ശരിക്കും നിങ്ങളുടെ കമ്പനി ബാങ്കിനെ ധരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഇത് 100% റിട്ടേൺ കിട്ടുന്ന, അതെ ശമ്പളം ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്ന. അതെ. അതുകൊണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ബാങ്ക് ഞങ്ങളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ അതെ. ആ വിശ്വാസ്യത കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ കൊലാറ്ററലോ അല്ലെങ്കിൽ പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തവർക്ക് പിന്നെ ബാങ്ക് ലോൺ കൊടുക്കില്ല. കൊടുക്കത്തില്ല. കാരണം 25 ലക്ഷം രൂപയുടെ ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ഇവിടുത്തെ സംവിധാനത്തെ കുറിച്ചല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ് ചോദിച്ചത്. ആ ചിന്ത വളരെ നല്ലതാണ്. പക്ഷെ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുവാണെങ്കിൽ പ്രവർത്തിക്കണം. പക്ഷെ നിലവിൽ അങ്ങനെ ഒരു വകുപ്പില്ല. ശരി. അതുപോലെ തന്നെ ഈ നമ്മളെ അപേക്ഷിക്കുന്ന എല്ലാ ആൾക്കാർക്കും ചിലത് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ റിജക്റ്റ് ആയി, അല്ലെങ്കിൽ അത് എനിക്ക് ഈ വർഷം പോകാൻ പറ്റില്ല എന്നൊക്കെ മിസ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം ഈ അപേക്ഷിക്കുന്ന എല്ലാ പേർക്കും സീറ്റ് ഉറപ്പാക്കാൻ പറ്റുമോ, അല്ലെ എന്താണ് അതിന്റെ ഒരു ക്രൈറ്റീരിയാസ് എന്നൊക്കെ പറയണം? ഇതിലിപ്പോ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഇപ്പം പിന്നെ ജോർജിയയിലാകുമ്പോൾ ഒരു 45-50% മേലെ മാർക്ക് ഉണ്ടെങ്കിൽ ഷുവറായിട്ട് അവർക്ക് കിട്ടും. പിന്നെ അൽബേനിയയിലാണെങ്കിൽ മെഡിറ്ററേനിയൻ യൂണിവേഴ്സിറ്റിയിൽ അവർ 60% ആണ് പറയുന്നത്. പിന്നെ CIT-ലാവുമ്പോൾ കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആകുമ്പോൾ അവർ 65% ആണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മാർക്കുള്ള സ്റ്റുഡൻസിനൊക്കെ പറ്റും. പിന്നെ ജോർജിയയിൽ 30 വയസ്സിൽ താഴെയുള്ളവർക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. +2 കഴിഞ്ഞ ഉടനെയുള്ളവരാണെന്നില്ല. അൽബേനിയയിൽ അവർ പറയുന്നത് 23 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തായാലും നമുക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ ഇന്റർവ്യൂവിൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായും പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഈ +2 കഴിഞ്ഞ അല്ലെങ്കിൽ എബ്രോഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന, ജർമ്മനിയെ പറ്റി അറിയാവുന്ന ഒത്തിരി പേർക്ക് ഈ കുറേ സംശയങ്ങളുണ്ടാവും. എല്ലാവരുടെയും ഈ അഡ്മിഷന് വേണ്ടി അല്ലാതെ ഒരു ജർമ്മനിയിൽ പോകാൻ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ABCയുടെ പ്രേക്ഷകർക്ക് ഒരു ഗൈഡൻസ് പോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഒപ്പം ചേർക്കാം. അവർക്ക് അങ്ങനെയുള്ള ഈ ജർമ്മനി സാറിന് ഇപ്പോൾ ഖത്തറിലുണ്ടായിരുന്നു, വിദേശത്ത് ഇത്ര രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, നേരിട്ട് പോയി കണ്ടെത്തിയ കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാത്ത് എന്താണ് വീണ? അതെ. അങ്ങനെ ഒരു ജോർജിയയിൽ പഠിച്ച് ജർമ്മനിയിൽ ജോലി കിട്ടുന്ന ഒരു സംഭവം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കൊടുക്കണം. അതിനായി ഒരു നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാഹചര്യമുണ്ടോ? അതെ, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. ഞങ്ങളിപ്പോൾ എലോറിയ വഴി ഇത് തിരഞ്ഞെടുക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ 33 വർഷമായിട്ട് എഡ്യൂക്കേഷൻ മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും നല്ല വ്യക്തമായിട്ടുള്ളൊരു പാത്വേ ആയത്. +2 കഴിഞ്ഞവർക്ക് ഇതിനേക്കാൾ നല്ല പാത്വേ ഇല്ല. ഇനി അവർക്ക് IIT-ലൊക്കെ കിട്ടുവാണെങ്കിൽ ഓക്കെ, എയിംസിൽ കിട്ടുവാണെങ്കിൽ അവർ പഠിച്ചോട്ടെ. അതല്ലാത്ത ബാക്കി ഒന്നും ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നതില്ല. കാരണം 4 വർഷം അല്ലെങ്കിൽ 3 വർഷം, അൽബേനിയാണെങ്കിൽ 3 വർഷം മതി. പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ 4 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി, മാസം 4 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ വന്നതും ഈ കാര്യങ്ങളും സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏത് സ്റ്റഡി അബ്രോഡായിട്ട് ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും അവർക്ക് നമ്മളിനി കൊടുക്കാൻ പോകുന്ന ആ നമ്പറിൽ അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കും. എന്നിട്ട് അവർക്ക് പിന്നെ ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആളും പല ചതിയിലും പെട്ടിട്ട് പല ഭാഗത്തും ഇപ്പം കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ UK-യിൽ പോയിരുന്നു. UK-യിൽ പോയിട്ട് ഞാൻ പോയതിൻ്റെ 14 ദിവസം ഞാൻ അവിടെ നിന്നത് സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാൻ വേണ്ടി മാത്രം, വേറെ ഒരു ബിസിനസ്സും ഇല്ല.
എല്ലാ മേഖലയിലും പല മേഖലയിലും പോയി. അത് UK പിന്നെ ലണ്ടൻ ടൗണിൽ മാത്രമല്ല, പുറത്തുള്ള പല പ്രിൻസിലായാലും പിന്നെ ബ്ലാക്ക് പൂൾ ആയാലും ലിവർപൂൾ ആയാലും ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ ഇന്ത്യൻ സ്റ്റുഡൻസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അവരായിട്ട് നേരിട്ട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ പല കമ്പനികളും വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ പുറത്ത് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് നിങ്ങൾ അതിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഗൈഡൻസ് കിട്ടിയ ശേഷം മാത്രം, അത് എലോറിയൻ ആണെന്നില്ല, ഗൈഡൻസ് കിട്ടിയ ശേഷം മാത്രമേ നിങ്ങൾ പുറത്തു പോയി പഠിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഉപദേശം എനിക്ക് പറയാനുള്ളത്. സർ, അതിൽ ഒരു ചെറിയ ഡൗട്ട് കൂടെയുണ്ട്. ഈ കൃത്യമായ ഗൈഡൻസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് പുറത്തു പോയി പഠിക്കണം അത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് കൃത്യമായ ഗൈഡൻസ് ആണെന്ന് ഒരാളോട് സംസാരിക്കുമ്പോൾ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് സയൻസ് എന്താണ്? ഓക്കെ, അത് പിന്നെ നമുക്ക് അതിന് മുമ്പ് അവർ വഴി പോയ സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെടാം, പേരൻസുമായി ബന്ധപ്പെടാം. എന്നിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണല്ലോ അങ്ങനെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്യാവും. അങ്ങനെ സെലക്ട് ചെയ്ത് അവരെ സംസാരിച്ചാൽ നമുക്കത് നോട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ChatGPT അങ്ങനെ പലതും ഇല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ നോക്കാൻ നമുക്ക് പല മാർഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനിടയിൽ ഇപ്പോൾ ഇറങ്ങിയൊരു വാഴ 2 ആ സിനിമയ്ക്കകത്ത് കാണിച്ചൊരു ഇതുണ്ട്, സീനുണ്ട്. മെഡിസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ UK-ൽ. അപ്പം ഈ ഹെൽത്തിന്റെ സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോവാതിരിക്കുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം. അപ്പം ഈ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം ജർമ്മനിയിൽ എങ്ങനെയാണ് അവരുടെ ഒരു കാര്യങ്ങൾ? ജർമ്മനി ആയാലും ആൽബേനിയ ആയാലും ജോർജിയ ആയാലും അവിടെ ഈ ഹെൽത്ത് സെക്ടർ എങ്ങനെയാണ്? അപ്പൊ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു പനിയോ ജലദോഷമൊക്കെ വന്നാൽ നമ്മൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ ഓടുന്ന ഒരു നാടാണ് ഇവിടെ. അപ്പൊ അവിടെ എങ്ങനെയാണ്? ഈ ജോർജിയയിൽ ഹോസ്പിറ്റൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ എനിക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജ് 30ന്റെ മേലെ മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഹോസ്പിറ്റലുകളും വേണം. അപ്പൊ അതിൻ്റെതായ ഹോസ്പിറ്റലുകൾ അതിന്റെ പിന്നെ ഭാഗമായിട്ട് മുളച്ചു പൊന്തിയ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളായാലും ഈ ഹെൽത്തിന്റെ കാര്യത്തിൽ ഒന്നും ഭയപ്പെടാനില്ല, നമ്മൾ സമയം എടുക്കണ്ട, ഒന്നുമില്ല. അതൊക്കെ ഇന്ത്യ പോലെ തന്നെ പെട്ടെന്ന് അതൊരു ആശ്വാസമുള്ള കാര്യമാണ്. ഓക്കെ സർ, ഒരു കാര്യം കൂടി. ഇപ്പൊ സാറിന്റെ എലോറിയെ കുറിച്ചുള്ള അഷ്വർ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ അതെന്തൊക്കെയായിരിക്കും? കാരണം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ, ഒരു 5 കാര്യങ്ങൾ? അങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിന് പുറത്തുള്ള പല ടൗണിലും പഠിക്കുന്ന അതേ ഫീക്ക് നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് ഒരു യൂറോപ്യൻ ഡിഗ്രി പഠിക്കാൻ പറ്റും. ഒന്നാമത്തത്, നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ കാശ്മീർ പോലെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലത്താണ്, നിങ്ങൾ സേഫ് ആയിട്ടുള്ള രാജ്യത്താണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഞങ്ങൾ ചെയ്തു തരുന്നത്. അതുമാത്രമല്ല, നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ തന്നെ നിങ്ങൾക്കത് കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുള്ള ഒരു എഷ്യൂറൻസോട് കൂടിയാണ് സ്റ്റുഡൻസിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അവർ പോകുന്നത് ഞങ്ങളുടേതായ അലുമിനിയുടെ കൂട്ടത്തിലേക്കാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പും അതേപോലെ എപ്പോഴും അവർക്ക് എല്ലാ സഹായത്തിനും 24/7 വിളിച്ചാൽ കിട്ടുന്ന ആളുകൾ അവരുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത് പോലെ തന്നെ അവർക്ക് സ്വന്തം ആളുകളുള്ളത് പോലെ ഒരു ഫീലോട് കൂടിയാണ് അവർ പഠിക്കുന്നത്. ഇനി സാമ്പത്തികമായിട്ട് പ്രയാസമുള്ള, ഇപ്പം ചിലവാക്കാൻ പൈസ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ലോൺ കിട്ടാനുള്ള ഓരോ ആൾക്കും സൗകര്യപ്രദമായിട്ടുള്ള മാർഗങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലേ? പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റുഡൻറ്റിന് പിന്നെ വിജയിച്ച് വരാൻ വേണ്ടി, ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന 6 മാസം കൊണ്ട് പഠിക്കുന്ന ജർമ്മൻ ഭാഷ അവിടെ നമ്മുടെ കോഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്ത് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആവുകയാണ് ഒരു ജർമ്മൻകാരനോട് സംസാരിക്കാൻ, ജർമ്മനിയിൽ പോയി സംസാരിക്കാൻ. ഞാൻ ഈ പറഞ്ഞ പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു മാത്രമല്ലാതെ സീരിയസ് ആയിട്ട് നമ്മൾ മലയാളവും ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനും കൂടി നമ്മളെ കോൺഫിഡന്റ് ആക്കി മാറ്റുന്നും കൂടിയാണ്. ഒരു വലിയ പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സാറിന്റെ. ഓക്കെ, താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു.